ഗോകുലമാലയിലേക്ക് സ്വാഗതം. അമാവാസിക്ക് തൊട്ടു മുമ്പാണ് ശിവരാത്രി വരുന്നത്. എന്നാൽ ഈ ശിവരാത്രി എല്ലാ മാസവും വരാറുണ്ട്. എല്ലാ മാസവും ഈ ദിവസം ഭക്തർ ഉപവസിക്കുകയും ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നു. മറുവശത്ത് മഹാശിവരാത്രി ശിവഭഗവാന്റെ ഏറ്റവും മഹത്തായതും ആത്മീയമായ പ്രാധാന്യമുള്ളതുമായ ഉത്സവമായി കണക്കാക്കുന്നു. ഇത് വർഷം തോറുമാണ് ആഘോഷിക്കപ്പെടുന്നത്. ഉപവാസം, പ്രാർത്ഥന, ജപം, ധ്യാനം എന്നിവയ്ക്കുള്ളതാണ് മഹാശിവരാത്രി. മഹാശിവരാത്രി രാത്രിയിൽ ഉറങ്ങാതിരിക്കാനാണ് ഭക്തർ സാധാരണയായി ശ്രമിക്കുന്നത്. സംഘർഷങ്ങളിൽ നിന്ന് മാറി സത്യത്തിലേക്കും സൗന്ദര്യത്തിലേക്കും സമാധാനത്തിലേക്കും പരോപകാരത്തിലേക്കും നീങ്ങാനുള്ള ഉണർവാണിത്. ഉപവാസത്തിലൂടെയും ധ്യാനത്തിലൂടെയും അന്ധകാരത്തിനും ജീവിത പ്രതിബന്ധങ്ങൾക്കും മേലുള്ള വിജയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആഴത്തിൽ ആത്മീയ പ്രാധാന്യമുള്ള ഹിന്ദു ഉത്സവമായാണ് മഹാശിവരാത്രി കൊണ്ടാടുന്നത്. പരമശിവന്റെയും ദേവി മാതയുടെയും ദിവ്യശക്തികളുടെ സംയോജനത്തെയാണ് ഈ ശുഭമുഹൂർത്തം അടയാളപ്പെടുത്തുന്നത്. ഈ ദിവസം പ്രപഞ്ചത്തിൻ്റെ ആത്മീയ ഊർജങ്ങൾ പ്രത്യേകിച്ച് ശക്തമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാശിവരാത്രിയുടെ ആചരണത്തിൽ ഉപവാസം, ശിവനെ ധ്യാനിക്കൽ, ആത്മപരിശോധന, സാമൂഹിക സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കൽ, ശിവക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന എന്നിവ ഉൾപ്പെടുന്നു. പകൽ സമയങ്ങളിൽ ആഘോഷിക്കുന്ന മിക്ക ഹൈന്ദവ ആഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രാത്രിയിൽ ആചരിക്കുന്ന സവിശേഷമായ ഉത്സവമാണ് ശിവരാത്രി. മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ലിംഗപുരാണം ഉൾപ്പെടെയുള്ള വിവിധ പുരാണങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം വിവരിക്കുന്നുമുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ മഹാശിവരാത്രി വ്രതം ആചരിക്കേണ്ടതിൻ്റെയും ശിവഭഗവാനെ അദ്ദേഹത്തിൻ്റെ പ്രതീകാത്മക പ്രതിനിധാനമായ ലിംഗത്തെയും ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ഒരു ഐതിഹ്യമനുസരിച്ച് ഈ രാത്രിയിലാണ് ശിവഭഗവാൻ താണ്ഡവ നൃത്തം അവതരിപ്പിച്ചത്. സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും ശക്തവും ദൈവികവുമായ പ്രകടനമായിരുന്നു അത്. ഭഗവാന്റെ നൃത്തത്തിൽ പ്രതീകാത്മകമായി പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ സർവ്വവ്യാപ്തിയെ ആഘോഷിക്കുന്ന ഭക്തർ ശിവസ്തുതികൾ ആലപിക്കുകയും വേദപാരായണം ചെയ്യുകയും ചെയ്യുന്നു. മറ്റൊരു ഐതിഹ്യം ഈ ദിവസം നടന്നതായി പറയപ്പെടുന്നത് ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും വിവാഹമാണ്. ഈ ദിവസം വിവാഹിതരായ ദമ്പതികൾക്കും നല്ല ഭർത്താവിനെ അന്വേഷിക്കുന്ന അവിവാഹിതരായ സ്ത്രീകൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. വിശേഷാൽ പൂജ ഉൾക്കൊള്ളുന്ന മഹാശിവരാത്രി എല്ലാ പൂജാവിധികളും ആചാരങ്ങളോടും കൂടി നടത്തപ്പെടുന്നതാണ്. ഈ ദിവസം ഭക്തർ ശിവനെയും മാ പാർവതിയെയും ആരാധിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യാറുണ്ട്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന നിർജ്ജലവ്രതം, അതായത് വെള്ളമില്ലാതെയുള്ള ഉപവാസം ആചരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശിവരാത്രി വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യരുതാത്തതും ചെയ്യേണ്ടതുമായ നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. മഹാശിവരാത്രി ഉപവാസ നിയമങ്ങൾ ഇങ്ങനെയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ: മഹാശിവരാത്രിക്ക് ഒരു ദിവസം മുമ്പ് ത്രയോദശിയിൽ ശിവനെ ആരാധിക്കുന്നതിന് ശരീരവും മനസ്സും ഒരുക്കുന്നതിന് ഭക്തർ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം. ശിവരാത്രി രാത്രി വളരെ പ്രാധാന്യമുള്ളതാണ്. ശിവപൂജയ്ക്ക് മുമ്പ് ഭക്തർ വീണ്ടും കുളിക്കണം. ശിവരാത്രി പൂജ 3-4 തവണ വരെ നടത്താവുന്നതാണ്. ശിവരാത്രി ദിനത്തിൽ ഭക്തർ അതിരാവിലെ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വ്രതാനുഷ്ഠാന സമയത്ത് പഴങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ സാത്വികവും വ്രതത്തിന് അനുയോജ്യമായതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തുടരാവുന്നതാണ്. ശിവക്ഷേത്രങ്ങളിൽ ധാര നടത്തുകയും വെള്ളം, പാൽ, തേൻ, ഗംഗാജലം എന്നിവ ഉപയോഗിച്ച് ധാര നടത്താവുന്നതാണ്. പൂജ നടത്തുകയും പുഷ്പങ്ങളും പഴങ്ങളും സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ വ്രതസമയത്ത് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇങ്ങനെയാണ്: വ്രതസമയത്ത് ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയ നിരോധിത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ശിവഭഗവാന് നാളികേരം സമർപ്പിക്കാമെങ്കിലും തേങ്ങാവെള്ളം ഒരിക്കലും സമർപ്പിക്കരുത്. ശിവന് അർപ്പിച്ച യാതൊന്നും ദൗർഭാഗ്യകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ അത് കഴിക്കരുതെന്നും ഉപദേശിക്കപ്പെടുന്നു. ഉപവാസ സമയത്ത് ചായയും കാപ്പിയും അമിതമായി കുടിക്കരുത്, കാരണം ഇത് നിർജ്ജലീകരണത്തിന് കാരണമാകാറുണ്ട്. പൂജയ്ക്കിടെ ഭക്തർ ഒരിക്കലും കുങ്കുമത്തിലകം ഉപയോഗിക്കരുത്. എന്നാൽ ചന്ദനം, ഭസ്മം ഇവ ഉപയോഗിക്കാവുന്നതാണ്. പൂജാപുഷ്പങ്ങളിൽ നിന്ന് കൈതപ്പൂവ്, ചെമ്പകം തുടങ്ങിയ പൂക്കൾ മാറ്റേണ്ടതാണ്. അതൊരിക്കലും ശിവഭഗവാന് അർപ്പിക്കരുത്. ശിവരാത്രി പൂജയ്ക്കായി ഭഗവാന് കൂവളത്തില സമർപ്പിക്കാവുന്നതാണ്. ഭഗവാൻ കാളകൂടവിഷം ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി സേവിച്ച സമയത്ത് ദേവന്മാർ അദ്ദേഹത്തിന് കൂവളത്തിലകളാണ് നൽകിയത്. അദ്ദേഹത്തെ തണുപ്പിക്കുവാൻ വെള്ളം ധാര കോരുകയും ചെയ്തു.
ഇതിനെ പ്രതിനിധീകരിച്ചാണ് ഭഗവാന് ധാര നടത്തുന്നതും ശിവഭഗവാന് കൂവളത്തിലകൾ സമർപ്പിക്കുന്നതും. ഇത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ചൂട് കുറയ്ക്കുകയും ഭോലനാഥന് സമർപ്പിച്ച ഇലകൾ ബെൽപത്ര എന്ന് അറിയപ്പെടുകയും ചെയ്തു. കൂവളത്തിലയുമായി ബന്ധപ്പെട്ട് വേറൊരു കഥയുണ്ട്. ഒരു ബ്രാഹ്മണൻ, ശിവഭഗവാന്റെ വലിയ ആരാധകൻ, അദ്ദേഹം ഒരിക്കൽ വനത്തിൽ അകപ്പെട്ടു. അലഞ്ഞു തിരിയുമ്പോൾ കടുവകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും സാന്നിധ്യം കണ്ട് ഭയന്ന് അദ്ദേഹം ഒരു മരത്തിൻ്റെ മുകളിൽ കയറിപ്പറ്റി. രാത്രി അവിടെ ചിലവഴിച്ചു. ഉണർന്നിരിക്കാൻ അദ്ദേഹം ഇലകൾ ഓരോന്നായി പറിച്ചെടുത്ത് താഴെയിടുവാൻ തുടങ്ങി. മരത്തിന് താഴെ ഒരു ശിവലിംഗമുണ്ടായിരുന്നു. എല്ലാ ഇലകളും ആ ലിംഗത്തിൽ വീണുകൊണ്ടേയിരുന്നു. ഇലകൾ വീഴ്ത്തുമ്പോൾ അദ്ദേഹം ശിവഭഗവാനെ ഓർത്ത് മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരുന്നു. മഹാദേവനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ ഏറ്റവും ഉയർന്ന കളങ്കമില്ലാത്ത രൂപമായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ ശരീരം വന്യമൃഗങ്ങളെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം സദാ സന്തോഷവാനും ആത്മാവ് ശിവഭഗവാന് കീഴടങ്ങിയും ജപം തുടർന്നിരുന്നു. ഭയം നിമിത്തം അദ്ദേഹം സർവ്വ ഐശ്വര്യദായകനായ ശിവഭഗവാനെയാണ് ഓർത്തത്. ഈ സംഭവം ശിവൻ തൻ്റെ ഭക്തർക്ക് നൽകുന്ന കരുണയുടെ തരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വന്യമൃഗങ്ങളെ ഭയന്ന് ശിവഭഗവാനെ സ്മരിച്ച അദ്ദേഹത്തിന് എന്ത് അനുഗ്രഹം ലഭിക്കും? സ്നേഹത്താൽ ശിവഭഗവാനെ പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു ഭക്തൻ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹ സാഫല്യത്തിന് അർഹമായിക്കൂടാ? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സബലീകരിക്കപ്പെട്ടു. ശിവന്റെ 3 ദിവ്യനേത്രങ്ങളെയും ത്രിശൂലത്തെയും സൂചിപ്പിക്കുന്ന ഈ കൂവളത്തിലകൾ ത്രിശൂലത്തിൻ്റെ ആകൃതിയിൽ തന്നെയാണ്. സന്യാസിമാരെയും ഭക്തരെയും ഋഷിമാരെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടന്മാരോട് ഭഗവാൻ എപ്പോഴും കോപിക്കപ്പെട്ടിരുന്നു. പ്രകൃതിയാൽ തന്നെ ദൈവികരും കരുണയുള്ളവരുമായ ഭക്തർ ശിവനിലെ രുദ്രഘടകങ്ങളെ ശമിപ്പിക്കുന്നതിനായി ശരീരത്തെ തണുപ്പിക്കുന്ന കൂവളത്തിലകൾ സമർപ്പിക്കുന്നു. ഭക്തർ ഈ ഇലകൾ സമർപ്പിക്കുന്നത് വഴി തങ്ങളെ ദ്രോഹിക്കുന്നവരോട് ശിവഭഗവാൻ ശാന്തനാകണമെന്നും ക്ഷമിക്കണമെന്നും ഭക്തർ ആഗ്രഹിക്കുന്നു. കൂവളത്തിലകൾക്കൊപ്പം സമർപ്പിക്കാവുന്ന മറ്റൊരു പഴവർഗ്ഗമാണ് ധാതുരപ്പഴം. വാമന പുരാണമനുസരിച്ച് വിഷം കുടിച്ചപ്പോൾ ശിവഭഗവാന്റെ നെഞ്ചിൽ നിന്ന് ധാതുര ഉയർന്നു വന്നു എന്നാണ് പറയുന്നത്. ധാതുര വിഷവും കയ്പേറിയതുമായ ഒരു പഴമാണ്. ധാതുരപ്പഴം അല്ലെങ്കിൽ പുഷ്പം ഭഗവാന് സമർപ്പിക്കുന്നത് നാം കീഴടങ്ങുകയും നമ്മുടെ എല്ലാ കയ്പും നിഷേധാത്മകതയും വെറുപ്പ്, അസൂയ, കോപം തുടങ്ങിയ വിഷാംശങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്നു എന്നതിൻ്റെ പ്രതീകമായാണ്. കൂവളത്തിലകൾ, ധാതുരപ്പഴം എന്നിവയ്ക്കൊപ്പം സമർപ്പിക്കാവുന്നതാണ് വൃത്തിയുള്ള അരി, പാൽ, തൈര്, ചന്ദനം, നെയ്യ്, വെള്ളം എന്നിവ. വിജയം, ഐശ്വര്യം, സമാധാനം, സന്തോഷം എന്നിവയാൽ അനുഗ്രഹിക്കപ്പെടാൻ ഈ വസ്തുക്കൾ ശിവഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. പാലും അതിൻ്റെ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ച മധുരപലഹാരങ്ങളും ഭക്തർക്ക് സമർപ്പിക്കാവുന്നതാണ്. മഹാശിവരാത്രി പൂജയുടെ സമയത്ത് ശിവലിംഗത്തെ പുഷ്പങ്ങളും ഇലകളും കൊണ്ട് അലങ്കരിക്കണം. ഭഗവാൻ ശിവന് പഴങ്ങൾ, തേൻ, നെയ്യ്, മധുരപലഹാരങ്ങൾ, പാൽ എന്നിവ സമർപ്പിക്കണം. അതേസമയം മഹാശിവരാത്രിയുടെ വൈകുന്നേരങ്ങളിൽ ആളുകൾ ക്ഷേത്രങ്ങളിൽ ഒത്തുകൂടുകയും ശിവലിംഗത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. അവർ വിളക്കുകൾ കത്തിക്കുകയും രാത്രി മുഴുവൻ ക്ഷേത്രത്തിൽ ചിലവഴിക്കുകയും ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും മനോഹരമായ ഘോഷയാത്രകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഈ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ട് നാം ചെയ്യുന്നത് നമ്മുടെ തേജസ്സിനെ ഉയർത്തുകയാണ്.